കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ കുത്തകയായിരുന്ന 3 സംസ്ഥാനങ്ങൾ കോൺഗ്രസ് പിടിച്ചെടുത്തതോടെ ബിജെപി പിന്നീട് ലക്ഷ്യം വെച്ചത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളായിരുന്നു. എന്നാൽ അവിടെയും ബിജെപിക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. കേന്ദ്ര പൗരത്വ ബില്ലിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭേദഗതിയിൽ അതൃപ്തി രേഖപ്പെടുത്തി വിവിധ സഖ്യകക്ഷികളാണ് ബിജെപിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അസമിലെ സഖ്യകക്ഷി അസം ഗണപരിഷത്ത് NDA വിട്ടിരുന്നു. ഇന്നലെ അസമിലെ ബിജെപി വക്താവ് അലം ബോറ രാജിയും വെച്ചിരുന്നു. ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ പാർട്ടിയുടെ സഖ്യകക്ഷികളായ മിസോറാമിലെ മിസോ നാഷണൽ ഫ്രണ്ടും മേഘാലയയിലെ നാഷണൽ പീപ്പിൾ പാർട്ടിയും സഖ്യം വിടുമെന്ന ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടി ദൗർഭാഗ്യകരമാണെന്ന് മേഘാലയ മുഖ്യമന്ത്രിയും NPP നേതാവുമായ കൊനാഡ് സാങ്മ പ്രതികരിച്ചു. ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചതിനെതിരെ അസമിൽ അരങ്ങേറുന്നത് വൻ പ്രതിഷേധമാണ്. ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച അസമിൽ ബ്ലാക്ക് ഡേ ആയി ആചരിച്ചിരുന്നു. എന്നാൽ പ്രതിഷേധങ്ങൾ വകവെക്കാതെയാണ് കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ചത്. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങളല്ലാത്തവർക്ക് പൗരത്വം അനുവദിക്കുന്നതാണ് ബില്ല്.